രാവിലെ തന്നെ എനിക്കൊരു ഉമ്മയൊക്കെ കിട്ടി കേട്ടോ ചേട്ടൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങി നിൽക്കുകയായിരുന്നു. രാത്രി ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. അയാൻ 2 മണിയങ്ങണ്ടായി കേട്ടോ ഉറങ്ങിയപ്പോഴത്തേക്കും. രാവിലെ എണീറ്റിട്ട് ഞാൻ കുറേ നേരം അടുക്കളയിൽ കിടന്ന് വട്ടം ചുറ്റി കേട്ടോ. ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു, കബോർഡ് തുറന്ന് നോക്കുന്നു, എന്താണെന്ന് അറിയാൻ വയ്യ. ഒരു കിളിപോയ അവസ്ഥയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ രാത്രി ഞാൻ പയറ് വെള്ളത്തിയിട്ടാണ് കിടന്നത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടിൻ്റെ മാവൊക്കെ കുഴച്ചു. ഞാനാണെങ്കിൽ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ പുട്ടുകുറ്റി മിസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച ഐഡിയയാണ്. അയാൻ അവിടെ എണീറ്റ് വന്നിട്ട് ഉറക്കം തൂങ്ങി ഇരിക്കുന്നുണ്ട്. ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞ് തോളി ഇട്ട് കൊണ്ടുപോയി ഉറക്കാൻ. അങ്ങനെ അവനെ ഉറക്കി കൊണ്ടുപോയി കിടത്തി കേട്ടോ. അപ്പം ഞാൻ പുട്ടുണ്ടാക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുട്ടുകുറ്റി മിസ്സായത് എന്തായാലും നന്നായി. അങ്ങനെ ഞാൻ പപ്പടവും പൊരിച്ചു, പയറും ഉണ്ടാക്കി. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമാണ്. നമ്മൾ പുന്നമൂട്ടിലൊരു കടയിൽ നിന്ന് സ്ഥിരമായിട്ട് പപ്പടം മേടിക്കാറുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് പപ്പടം മേടിച്ചപ്പോൾ അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ നാട്ടിൽ നിന്ന്. അങ്ങനെ നമ്മളത് ഇന്ന് ഉച്ചക്കത്തേക്ക് ചൂരക്കറിയൊക്കെ വെച്ചു. രാവിലെ തന്നെ ജോലിയെല്ലാം ഒതുക്കി കേട്ടോ. എന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചത്. അത്രയ്ക്ക് ഉത്തരവാദിത്തമാണ് എനിക്ക്. ഈയിടെയായിട്ട് എന്തോ ഉത്തരവാദിത്തത്തിൽ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അയാൻ എണീറ്റപ്പോൾ അത് അയാന് കഞ്ഞിയാണ് കേട്ടോ ഒന്ന് കൊടുത്തത്. ഞാൻ ഇങ്ങനെ കുടിക്കുന്ന പോലെ കാണിച്ചാലേ അവൻ കുടിക്കുകയുള്ളൂ. അവൻ്റെ കുറുക്കൊഴിക്കുന്ന ഗ്ലാസ്സിലൊഴിച്ച് കുടിത്താൽ അവന് മനസ്സിലാവും അത് കുറുക്കാന്ന്. അതുകൊണ്ട് അവൻ കുടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്താണ് അവനെ പറ്റിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഇടാം. ടാറ്റാ.